എല്ലാവർക്കും നമസ്കാരം. സ്മോൾ ടോക്സ് വിത്ത് പ്രീത സ്മോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പനീർ ടിക്ക മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ല ചൂടാകുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്യുക. 2-3 സെക്കൻഡിന് ശേഷം കടലമാവ് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ ഓഫാക്കിയിട്ട് 2 സെക്കൻഡിന് ശേഷമാണ് കടലമാവ് ചേർക്കേണ്ടത്. ആ ചെറിയ ചൂടിൽ കിടന്ന് കളർ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഈ രണ്ടും കൂടി നന്നായി യോജിച്ച് കഴിഞ്ഞാൽ അതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്കുള്ള ബാക്കിയുള്ള സ്പൈസസ് ചേർക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് ഗരം മസാല, ചാട്ട് മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി, കസൂരി മേത്തി എന്നിവ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, പുളിയില്ലാത്ത കേട് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി എല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, അതായത് ഞാൻ സ്ക്വയർ രൂപത്തിലാണ് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കവും ഒനിയനൊക്കെ സ്ക്വയർ രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്യാം. അതിനുശേഷം പനീറും കൂടി ആഡ് ചെയ്ത് പനീറൊക്കെ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ അത് ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യാം. ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം, കാരണം ഇതാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരടുപ്പത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ബ്രൗൺ കളർ ആയിട്ടുള്ള സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇത് നന്നായിട്ട് മൊഴിഞ്ഞ് വരുമ്പം അതിലേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ എല്ലാം കൂടി ഒരു മഷി രൂപത്തിലാവുമ്പോൾ ഇത് നന്നായി അരച്ചെടുക്കുക. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ബ്ലാക്ക് കാർഡമം ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഗ്രേവി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പനീർ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് ബാറ്റർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യും. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും ചേർക്കാം, ഇത്തിരി എരിവിന് വേണ്ടിയിട്ട്. അതൊക്കെ ഓപ്ഷണലാണ്. ഈ മസാല ഒക്കെ ആഡ് ചെയ്യുമ്പോൾ പച്ചമുളക് ചേർക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തു. ഒരു സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് വെള്ളം ചേർത്ത് നമ്മളിതിലേക്ക് യോജിപ്പിച്ചു.
ഇതിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗരം മസാല കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിയില കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്യാം. ഇതിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ അത് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുക. ഫ്രഷ് ക്രീം വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. എല്ലാ ഫ്ലേവറും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം. ഇനി അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം.